ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾട്ട് അനാലിസിസ് എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആനയോൺസിൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ്, ക്ലോറൈഡ്, അയഡൈഡ് ഇങ്ങനെയുള്ള ആനയോൺസിൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ അതിൽ പഠിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഹീറ്റിംഗ് സോഡിയം ക്ലോറൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് MnO2 റിസൾട്ട് ഇൻ ഓക്സിഡേഷൻ ഓഫ് മാംഗനീസ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതേസമയം ഹീറ്റിംഗ് സോഡിയം അയഡൈഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് MnO2 റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഓഫ് മാംഗനീസ് എന്നും സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്കൊരു റിയാക്ഷൻ ഇവിടെ എഴുതാം, കാരണം രണ്ടും ഹാലൈഡുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സോഡിയം ക്ലോറൈഡിനും സോഡിയം അയഡൈഡിനും പകരമായിട്ട് ഞാൻ സോഡിയം ഹാലൈഡ് എക്സ് റെപ്രസെൻറ്റ്സ് ഹാലജൻ ആണ്. ഇത് റിയാക്ഷൻ നോക്കുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് MnO2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ഹാലജൻ ആയിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ Cl2, അയഡൈൻ ആണെങ്കിൽ I2. അപ്പോൾ X2 എന്ന് നമുക്ക് കൊടുക്കാം. അതോടൊപ്പം മാംഗനീസ് എന്തായിട്ട് മാറുന്നു? MnO2 എന്തായിട്ട് മാറുന്നു? MnSO4 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ MnO2വിൽ മാംഗനീസ് +4 സ്റ്റേറ്റ് ആണല്ലോ. പക്ഷേ റൈറ്റ് സൈഡിലെ MnSO4ലോ +2 സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ഇത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലേ. +4 +2 ആയി മാറുക എന്ന് പറഞ്ഞാൽ അത് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. അതിനെ നമ്മൾ റിഡക്ഷൻ എന്നേ പറയാൻ പാടുള്ളൂ അല്ലേ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിൻ്റെ പേരെന്താ? റിഡക്ഷൻ. അപ്പോൾ മാംഗനീസിന് ഓക്സിഡേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റാണ്. എന്താ പറയേണ്ടത്? റിഡക്ഷൻ നടന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? റിസൾട്ട് ഇൻ ഓക്സിഡേഷൻ ഓഫ് മാംഗനീസ് എന്നാണ്. അത് തെറ്റാണ്. കാരണം മാംഗനീസ് +4ൽ നിന്ന് +2വിലോട്ട് മാറുമ്പോൾ അത് റിഡക്ഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൈട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു യൂഷ്വൽ റെഡോക്സ് ടൈട്രേഷൻ ഉണ്ട്. KMnO4 വേഴ്സസ് ഓക്സാലിക് ആസിഡ് അല്ലേ. അപ്പോൾ ഈ KMnO4ഉം H2C2O4 ഓക്സാലിക് ആസിഡും തമ്മിൽ നമ്മൾ അസിഡിക് മീഡിയത്തിൽ ടൈട്രേഷൻ നടത്തുന്നു. ടൈട്രേഷൻ നടത്തിയിട്ട് സ്ട്രെങ്ത് കണ്ടുപിടിക്കും അല്ലേ. എൻഡ് പോയിന്റ് നോക്കിയിട്ട് നമ്മൾ KMnO4ൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. നമുക്കൊരു നോർമാലിറ്റി ഇക്വേഷൻ ഉണ്ട്. N1V1 = N2V2. എന്നാൽ ഈ ഇക്വേഷന് നമ്മൾ ഇവിടെ മൊളാരിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. M1N1V1 = M2N2V2. ഓക്കെ, ഇനി എന്താണ് ഈ N1ഉം N2ഉം? N ഫാക്ടർ എന്ന് പറയും. അതായത് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് KMnO4നെ കുറിച്ചാണ്. അപ്പോൾ KMnO4ൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ വോളിയം N2 പോയിന്റ് എന്ന് പറഞ്ഞ് 10 ml എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇനി എന്താണ് N1 എന്ന് പറഞ്ഞാൽ അസിഡിക് മീഡിയത്തിൽ KMnO4 റിഡക്ഷൻ നടന്ന് Mn2+ അയോൺ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നു. എവിടെയാ? KMnO4ൽ. അത് +2 സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ അവിടെ 5 ഇലക്ട്രോൺ ചേഞ്ച് ആണ്. ഇതാണ് N1 എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺ ചേഞ്ച് ഉണ്ട്? ആ നമ്പർ ആണ് N1 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാ? 5 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്സാലിക് ആസിഡിൻ്റെ കാര്യമോ? ഓക്സാലിക് ആസിഡിന് H2C2O4 അല്ലേ, ഓക്സിഡേഷൻ നടന്ന് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കാർബൺ +3 സ്റ്റേറ്റിൽ നിന്ന് +4 സ്റ്റേറ്റിലേട്ടാണ് പോകുന്നത്. ചേഞ്ച് 1 ആണ്. പക്ഷേ ഇവിടെ 2 കാർബൺ ഉള്ളത് കൊണ്ട് ടോട്ടൽ ചേഞ്ച് 2 എന്നാണ് നമ്മളവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ N1 എന്ന് പറയുന്നത് 5ഉം N2 എന്ന് പറയുന്നത് 2ഉമാണ്. ഓക്കെ അല്ലേ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് M1 കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഡേറ്റാസ്. M1 കണ്ടുപിടിക്കണം. ഓക്കെ, N1 എത്രയാണ്? 5 ആണ്. വോളിയം V1 10 ആണ്. റൈറ്റ് സൈഡിൽ ഓക്സാലിക് ആസിഡിനെ കുറിച്ച് പറയണം. മൊളാരിറ്റി 0.25 ആണ്. N2 എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ വോളിയവും 10 ml തന്നെയാണ്. അപ്പോൾ 10ഉം 10ഉം നമുക്ക് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് പറയാം M1 = 0.25 × 2 / 5. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 0.5/5 എന്ന് വരും അല്ലേ. നമുക്കിത് കിട്ടുന്നത് 0.5 / 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.10 മോളാർ എന്നാണ് നമുക്ക് KMnO4ൻ്റെ സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് റീനീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ വേറെ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഓൾ.